മനസ്സലിവുള്ള പിതാവും സർവാശ്വാസവും നൽകുന്ന ദൈവവുമായി നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിൻ്റെ പിതാവായ ദൈവം വാഴ്ത്തപ്പെട്ടവൻ. അവിടുത്തെ പരിശുദ്ധ തിരുനാമം ഇന്നും എന്നേക്കും മഹത്വപ്പെടുമാറാകട്ടെ. ഒരു സുദിനം കൂടെ ദൈവകൃപയാൽ നമുക്ക് ലഭിച്ചതിനെ ഓർത്ത് ദൈവത്തെ മഹത്വപ്പെടുത്താം. നാം 22-ാമത്തെ സങ്കീർത്തനത്തിലേക്ക് കടന്നു വരികയാണ്. ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നമ്മോട് കൂടിയിരുന്ന് നമുക്ക് ആവശ്യമായിരിക്കുന്ന ചിന്തകളും ആലോചനകളും എല്ലാം നൽകട്ടെ. അത് നമ്മുടെ ജീവിതത്തിന് എക്കാലത്തും അനുഗ്രഹമായി മാറട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. 22-ാമത്തെ സങ്കീർത്തനം ഒരു സ്പെഷ്യൽ, ഓരോന്നിനും സങ്കീർത്തനത്തിനും ഓരോ സവിശേഷതകളുണ്ട്. എല്ലാം ഒന്നിനു മീതെ ഒന്നായി അതിൻ്റേതായ ആ യുണീക്നെസ് എല്ലാത്തിനും ഉണ്ട് എന്ന് നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. ഇവിടെ 22-ാമത്തെ സങ്കീർത്തനം ഡിയർ ഓഫ് ദ ഡോൺ എന്ന് പറഞ്ഞു, ഉഷസ്സിൻ മാൻപേട എന്ന രാഗത്തിൽ ദാവീദിൻ്റെ ഒരു സങ്കീർത്തനമാണ്. ഇത് ക്രൂശിലെ ഗീതം എന്ന് വേണമെങ്കിൽ പറയാം. ദ സാം ഫ്രം ദ ക്രോസ് എന്നോ ഓൺ ദ ക്രോസ് എന്നൊക്കെ നമുക്ക് പറയാനായിട്ട് സാധിക്കും. കാരണം കർത്താവായ യേശുക്രിസ്തുവിൻ്റെ ക്രൂശിലെ യാഗത്തെയാണ് ഇത് മുഴുവനായും ചിത്രീകരിക്കുന്നത്. ഇതിൻ്റെ ആരംഭം മുതൽ അവസാനം വരെയും യേശുവിൻ്റെ ക്രൂശിലെ ഓരോ യാതനകളും ക്രൂശീകരണത്തിൻ്റെ സമയത്ത് അവൻ പറഞ്ഞ ഉച്ചരിച്ച വാക്കുകളും എല്ലാം ഇതിൽ ആലേഖനം ചെയ്തിരിക്കുക, അത് എഴുതിയിരിക്കുകയാണ്. എല്ലാം ഉണ്ട്. നമ്മൾ തുടങ്ങുന്ന കാണാം, എൻ്റെ ദൈവമേ എൻ്റെ ദൈവമേ നീ എന്നെ കൈവിട്ടതെന്ത്, എന്നെ രക്ഷിക്കാതെയും എൻ്റെ ഞരക്കത്തിൻ്റെ വാക്കുകൾ കേൾക്കാതെയും അകന്നു നിൽക്കുന്നതെന്ത്. ക്രൂശിൽ കർത്താവ് നിലവിളിക്കുക. നമുക്കറിയാം ക്രൂശിലെ മൊഴികളിൽ ഒന്നാണിത്, എൻ്റെ ദൈവമേ എൻ്റെ ദൈവമേ നീ എന്നെ കൈവിട്ടതെന്ത്. മൈ ഗോഡ് വൈ ഹാവ് യു ഫോർസേക്കൻ മീ. അവിടെ ഇതിനെക്കുറിച്ച് പലരും പറയും, യേശു ദൈവമാണെങ്കിൽ അവനെങ്ങനെ കൈവിടപ്പെട്ടു എന്നെങ്ങനെ പറയപ്പെടുന്നതെന്ന്. യേശു മനുഷ്യൻ്റെ പ്രതീകമായിട്ടാണ്, അതാണ് മനുഷ്യനായി തീർന്ന ക്രിസ്തു എന്ന് പറയുന്നത്. നമ്മുടെ പ്രതിനിധിയായിട്ടാണ് യേശു ക്രൂശിൽ യാഗമാകുന്നത്. അവൻ പാപം ചെയ്തിട്ടില്ല, അവൻ്റെ വായിൽ വഞ്ചന ഒന്നുമില്ല. പക്ഷെ നമ്മൾ ഏൽക്കേണ്ടുന്ന ശിക്ഷ നമുക്ക് പകരമായി യേശു ക്രിസ്തു ഏറ്റെടുക്കുകയാണ്. അപ്പം നമ്മുടെ സ്ഥാനത്താണ്, ഒരു മനുഷ്യൻ്റെ സ്ഥാനത്താണ് കർത്താവ് യേശു ക്രൂശിൽ. അവിടെ മനുഷ്യൻ്റെ പാപത്തിൻ്റെ ശമ്പളമാകുന്ന മരണം അവൻ ഏറ്റെടുക്കുകയാണ്. തൻ്റെ മരണത്താൽ നമ്മുടെ മരണം നീക്കിക്കളഞ്ഞു. അവൻ നമുക്ക് വേണ്ടി ശിക്ഷ ഏൽക്കുകയാണ്. അവിടെ ആ പാപം മനുഷ്യനെ ദൈവത്തിന് അകറ്റി. പാപത്തിന് ദൈവവുമായി ബന്ധമില്ല, അല്ലേ? അകൃത്യങ്ങൾ എത്രയോ നിങ്ങളെയും നിങ്ങളുടെ ദൈവത്തെ തമ്മിൽ ഭിന്നിപ്പിക്കുന്ന അകറ്റുന്നതെന്ന് യേശയ്യാപ്രവാചകന്റെ പുസ്തകത്തിലുണ്ട്. 49-ാമത്തെ അധ്യായത്തിൽ നിങ്ങളുടെ അകൃത്യങ്ങൾ എത്ര അവൻ കേൾക്കാതെ കൊണ്ട് അല്ലെങ്കിൽ ദൈവത്തിന് അകറ്റുന്നത്. അപ്പം അകന്നുപോയ മനുഷ്യൻ അതിൻ്റെ പ്രതിനിധിയായിട്ടാണ് ഇവിടെ യേശു കാണുന്നത്. എൻ്റെ ദൈവമേ ദൈവമേ നീ എന്നെ കൈവിട്ടത് എന്തെന്ന് പറയുമ്പോൾ, എന്നാൽ നമുക്ക് വേണ്ടി കൈവിടപ്പെട്ടതുപോലെ ആയിട്ട് അവിടെ നമ്മൾ വീണ്ടെടുത്ത് കൊണ്ടുവരികയാണ്. എത്രയോ ക്രിസ്തു ജനിക്കുന്നതിന് എത്രയോ വർഷം മുമ്പ് ദാവീദിൻ്റെ കാലത്ത് തന്നെ ദാവീദ് മുഴുവൻ ദർശനത്തിൽ ഇത് കാണുകയാണ്. ഇത് പ്രവചനാത്മാവിൽ പറയുന്ന സങ്കീർത്തനമാണ്. തൻ്റെ ജീവിതത്തിൻ്റെ അനുഭവത്തോട് ചേർത്തായിരിക്കാം, പക്ഷെ ഇത് പ്രവചനാത്മാവിലാണ്. പരിശുദ്ധാത്മാവ് ദാവീദിൽ കൂടെ സംസാരിച്ചു എന്ന അപ്പോസ്തല പ്രവൃത്തിയിലൊക്കെ അപ്പോസ്തലന്മാരെ പിൽക്കാലത്ത് സാക്ഷിക്കുന്നത്. അപ്പോൾ ഇവിടെ കാണുകയാണ്, 1-ാമത്തെ വാക്യം തുടങ്ങുന്നത് എൻ്റെ ദൈവമേ നിന്നെ കൈവിട്ടതെന്ത്. ഈ സങ്കീർത്തനം തീരുമ്പോൾ അതിൻ്റെ 31-ാമത്തെ വാക്യത്തിലേക്ക് വരുമ്പോൾ കാണുകയാണ്, അവർ വന്ന് ജനിക്കുവാനുള്ള ജനത്തോട് അവൻ നിവർത്തിച്ചിരിക്കുന്നുവെന്ന് അവൻ്റെ നീതിയെ വർണ്ണിക്കും. ഇറ്റ്സ് ഫിനിഷ്ഡ്, അല്ലേ? കർത്താവ് ക്രൂശിൽ കടന്ന് ലാസ്റ്റ് ഉച്ചരിച്ച വാക്യം എന്താണ്? ലാസ്റ്റ് തിരിച്ചത് ഇറ്റ്സ് നിവൃത്തിയായി എന്ന് പറയുന്നത്. അതോടെ പറയുക, ആൻഡ് പ്രൊക്ലൈം ഹിസ് ഡെലിവറൻസ് ടു എ പീപ്പിൾ എറ്റ് അൺബോൺ. ജനിക്കാനിരിക്കുന്ന തലമുറയ്ക്ക് വേണ്ടി ദൈവം നീതിയായി മാറി. എന്നിട്ട് സേയിങ് ദാറ്റ് ഹി ഹാസ് ഡൺ ഇറ്റ്, അവന് നിർവഹിച്ചു. മനുഷ്യരക്ഷയ്ക്ക് വേണ്ടിയുള്ളതെല്ലാം യേശു ക്രിസ്തു ക്രൂശിൽ നിർവഹിച്ചു. അതാണ് സകലതും നിവൃത്തിയായി എന്ന് പറഞ്ഞ് അവൻ തൻ്റെ പ്രാണനെ, ആത്മാവിനെ ദൈവത്തിൻ്റെ കരങ്ങൾ ഫലമേൽപ്പിച്ച് പ്രാണനെ വിട്ടു എന്ന് പറയുന്നത്. തൻ്റെ ആത്മാവിനെ പിതാവിൻ്റെ അടുക്കൽ ഏൽപ്പിച്ചു കൊടുത്തിട്ട് പ്രാണനെ വിട്ടു. ഇറ്റ്സ് ഫിനിഷ്ഡ്, സകലതും നിവൃത്തിയായി. അത് എത്ര മനോഹരമായിട്ടൊരിതാണ്. ഇനി നമ്മൾ ഈ സങ്കീർത്തനത്തിൻ്റെ ചില വാക്യങ്ങളിലേക്ക് നമുക്ക് പോകാം. അവിടെ ഇപ്പോൾ മനുഷ്യൻ്റെ പ്രതീകമായിട്ട് അവിടെ ക്രൂശിൽ യേശു പറയുകയാണ്, എന്നെ രക്ഷിക്കാതെ എൻ്റെ ഞരക്കത്തിൻ്റെ വാക്കൊക്കെ കേൾക്കാതെ ആകുന്നു നിൽക്കുന്നതെന്ന്. എൻ്റെ ദൈവമേ ഞാൻ പകൽ സമയത്ത് വിളിക്കുന്നു, എങ്കിലും ഉത്തരം കൊള്ളുന്നില്ല. രാത്രികാലത്ത് ഞാൻ വിളിക്കുന്നു, എനിക്ക് ഒട്ടും മൗനതയില്ല.
ഇസ്രായേലിൻ്റെ സ്തുതികളുമേൽ വസിക്കുന്നവനെ നീ പരിശുദ്ധനാകുന്നുവല്ലോ. കണ്ടോ, ഇവിടെ ദൈവത്തിൻ്റെ പരിശുദ്ധി ഓർക്കുകയാണ്. തൻ്റെ അശുദ്ധി, തൻ്റെ എന്നല്ല, മനുഷ്യകുലത്തിൻ്റെ പാപത്തിൻ്റെ തിന്മ. പക്ഷെ ദൈവം എപ്പോഴും പരിശുദ്ധനായി വസിക്കുകയാണ്. അപ്പം പരിശുദ്ധനായ ദൈവത്തിന് അശുദ്ധനായവനോട് ചേരാൻ സാധിക്കുകയില്ല. അശുദ്ധിയോട്, പാപിയല്ല പാപമായി തീർന്നു എന്നൊക്കെ കൊരിന്ത്യർ ലേഖനത്തിൽ പറയുന്നത്. അവൻ നമുക്ക് വേണ്ടി പാപമാക്കി, പാപിയല്ല പാപമായി മാറി, പാപം. അപ്പോൾ ആ പാപത്തെ കാണാതെ കൊണ്ട് ദൈവം മുഖമറക്കുകയാണ്. കാരണം ദൈവത്തിന് പാപത്തെ നോക്കാൻ കഴിയില്ല. പാപത്തെ കാണാതെ വണ്ണം അവൻ മുഖം മറക്കുകയാണ്. പക്ഷെ അതിന് പരിഹാരമാണ്. പിതാവാൻ ദൈവം അറിഞ്ഞുകൊണ്ട് തന്നെയാണ് അതിന് പരിഹാരം വരുത്തണം എന്നതിന്. ഇവിടെ നമ്മൾ കാണാം, ഇസ്രായേലിൻ്റെ സ്തുതികളിൽ വസിക്കുന്ന ഈ പരിശുദ്ധനാകുന്ന പോലെ ഞങ്ങളുടെ പിതാക്കന്മാർ നിങ്ങൾ ആശ്രയിച്ചു, അവർ ആശ്രയിക്കുന്നവരെ വിടുവിക്കുകയും ചെയ്തു. അപ്പോൾ താഴത്തുനിന്ന് ക്രൂശിക്കിൻ്റെ അവിടെ നിൽക്കുന്നവർ പറയുന്നുണ്ട്, ആരോ ദാഹിക്കുന്നു എന്ന് പറയുമ്പോൾ വീഞ്ഞ് കൊടുക്കാൻ പോയപ്പോഴത്തേക്ക്, വെള്ളം കൊടുക്കാൻ പോയപ്പോഴത്തേക്ക് പറയുകയാണ്, വേണ്ട കൊടുക്കണ്ട, അവൻ ദൈവത്തിൽ ആശ്രയിക്കുന്നുണ്ടല്ലോ, അവനവനിൽ പ്രസാദമുണ്ടല്ലോ, അവൻ രക്ഷിക്കുമോ നോക്കട്ടെ എന്ന് പറയുന്നുണ്ട്. അപ്പോൾ ക്രൂശിലും ഇവിടെ യേശു ദൈവത്തിൽ ആശ്രയിക്കുകയാണ്. ഈ സങ്കീർത്തനം ഇതാണ്, നീ ഞങ്ങളുടെ പിതാക്കന്മാർ നിങ്ങൾ ആശ്രയിച്ചു, അവർ ആശ്രയിക്കുന്നവർ വിടുവിക്കുകയും ചെയ്തു. ആശ്രയിക്കുന്നവർ വിടുവിക്കുന്ന ദൈവം. അവർ നിന്നോട് നിലവിളിച്ചു, രക്ഷ പ്രാപിച്ചു, അവർ നിങ്ങളെ ആശ്രയിച്ചു, ലജ്ജിച്ചു പോയതുമില്ല. ക്രൂശിൽ തൽക്കാലം എല്ലാം തകർന്നു എന്ന് പറഞ്ഞാൽ അത് ജയത്തിലേക്കുള്ള ജയത്തിൻ്റെ പടിയാണ്. ശത്രുവിൻ്റെ പരാജയമായിരുന്നു. അവിടെ യേശു ജയോത്സവം കൊണ്ടാടുകയായിരുന്നു. അതിനുവേണ്ടി തന്നെ മുഴുവൻ സുജീവനെ തന്നെ തന്നു നമ്മളെ വീണ്ടെടുത്ത കർത്താവിൻ്റെ സ്നേഹം. അപ്പോൾ അവിടെ ദൈവത്തിൽ ആശ്രയിക്കുക. ആശ്രയിച്ചവരെ വിടുവിച്ചു, അവർ നിങ്ങൾ ആശ്രയിച്ചു, അവർ ലജ്ജിച്ചു പോയതില്ല. അവങ്കിലേക്ക് നോക്കർ പ്രകാശിതര അവിടെ മുഖം ലജ്ജിച്ചു പോയതുമില്ല. ഇനി പറയുകയാണ് 6-ാമത്തെ വാക്യം, ഞാനോ മനുഷ്യനല്ല ഒരു കൃമി അത്രേ. അത്യുന്നതനായ ദൈവത്തിൻ്റെ പുത്രൻ ഇവിടെ മനുഷ്യൻ്റെ ഏറ്റവും നീചമായ അവസ്ഥയിലേക്ക് താണു വരികയാണ്. ഞാൻ മനുഷ്യനല്ല, വെറും ഒരു കൃമി അത്രയാണ്. അത്രമാത്രം പാപത്തിൻ്റെ നികൃഷ്ടമായ അനുഭവം. മനുകൂലം ചെയ്തു പോയ ആ തിന്മ മുഴുവനും, ആ പാപാരം മുഴുവനും പേറി ഇവിടെ അതിൻ്റെ പ്രതീകമായിട്ട് മാറിയ മനുഷ്യരുടെ ധിക്കാരവും ജനത്താൽ നിന്നതിനും തന്നെ നീ പറയും, എന്നെ കാണുന്നവരൊക്കെ എന്നെ പരിഹസിക്കുന്നു. ഇതൊക്കെ നമുക്ക് വിവരിക്കേണ്ട. ക്രൂശിലേക്ക് നമ്മൾ സുവിശേഷങ്ങളിലൊക്കെ വായിക്കുമ്പോൾ നമ്മളെല്ലാം കേട്ടിട്ടുണ്ടായിരിക്കും, വായിച്ചിട്ടുണ്ടായിരിക്കും, വായിക്കണം. അതല്ല, അവിടെ നമ്മൾ കാണുകയാണ്, എന്നെ കാണുന്നവരൊക്കെയും എന്നെ പരിഹസിക്കുന്നു, അവർ അധരം മലർത്തി തലകുലിക്കുന്നു. കടന്നു പോകുന്നവരൊക്കെ അവനെ പരിഹസിക്കുമെന്ന് എഴുതിയിട്ടുണ്ട് അവിടെ. യഹോവയെങ്കിൽ നിന്നെ തന്നെ സമർപ്പിക്കുക, അവർ അവനെ രക്ഷിക്കട്ടെ, അവനവനെ വിടുവിക്കട്ടെ, അവന് പ്രസാദം. ഇതേ വാക്കുകളൊക്കെ അവിടെ വെച്ചിരിക്കുന്നുണ്ട് ജനങ്ങളൊക്കെ. അപ്പോൾ ഇവിടെ മറ്റൊരു ഇതിലേക്ക് വരികയാണ്. നമ്മുടെ ജനനത്തെക്കുറിച്ച് പറയും, നീയല്ലോ എന്നെ ഉദരത്തിൽ നിന്ന് പുറപ്പെടുവിച്ചവൻ, എൻ്റെ അമ്മയുടെ മുല കുടിക്കുമ്പോൾ നീ എന്നെ നിർഭയം വസിക്കുമാറാക്കി, ഗർഭപാത്രത്തിൽ ഞാൻ നിങ്ങളെ ഏൽപ്പിക്കപ്പെട്ടു, എൻ്റെ അമ്മയുടെ ഉദരം മുതൽ നീ എൻ്റെ ദൈവം. കഷ്ടമെടുത്തിരിക്കിയാൽ എന്നെ വിട്ടകന്നിരിക്കരുതേ, സഹായിക്കുവാൻ മറ്റാരുമില്ലല്ലോ. ഇതെല്ലാം ഒരു മനുഷ്യ ജീവിതത്തിൻ്റെ വളരെ മനോഹരമായതുകൊണ്ട് എൻ്റെ അമ്മയുടെ ഉദരത്തിൽ നിന്ന് എടുത്തവൻ നീ തന്നെ. ദാവീദിൻ്റെ ജീവിതത്തോട് ചേർത്ത് അവിടെ വരുന്നുണ്ട് അവിടെ സങ്കീർത്തനം. എൻ്റെ അമ്മയുടെ ഉദരം മുതൽ നീ എൻ്റെ ദൈവമാകുന്നു. എൻ്റെ അമ്മയുടെ മുല കുടിക്കുമ്പോൾ നീ നിർഭയം വസിക്കും മറക്കി. ഒരു കുഞ്ഞിൻ്റെ നിർഭയത കണ്ടോ? നമ്മൾ വളർന്നു വരുന്തോറും ആ പേടിയൊക്കെ തോന്നി തുടങ്ങിയത്. എന്നാൽ ഒരു ശിശുവായിരുന്നപ്പോൾ ഒന്നിനും പ്രാപ്തിയില്ലാത്ത ഒരു ശിശു അല്ലേ, സ്വയം പ്രതിരോധിക്കാൻ പോലും അവന് ബലമില്ല. പക്ഷെ അവന് നിർഭയനാണ്. ആ കുഞ്ഞിൻ്റെ നിഷ്കളങ്കതയാണ് അതിൻ്റെ ബലം എന്ന് പറയുന്നത്. അതിന് പ്രതിരോധിക്കാൻ പോലും സാധ്യമല്ലാത്ത നാളിൽ അത് ശാന്തമായത് നിർഭയമായി കിടക്കുകയാണ് ആ കുഞ്ഞ്. അല്ല, ഒരു കുഞ്ഞിനെ ശ്രദ്ധിച്ച് എന്തെല്ലാം പാഠങ്ങൾ പഠിക്കാനുണ്ട്. അവിടെ ഗർഭപാത്രം ഞാൻ നിങ്ങൾ ഏൽപ്പിക്കട്ടെ, അവൻ്റെ അമ്മയുടെ ഉദരം മുതൽ നീ എൻ്റെ ദൈവം തന്നെ. കഷ്ടമെടുത്തിരിക്കാൻ എന്നെ വിട്ടുകന്നിരിക്കാൻ സഹായിക്കാൻ മറ്റാരുമില്ലല്ലോ. അനേകം കാളകൾ എന്നെ വളഞ്ഞു, ബാശാൻ കൂറ്റന്മാർ എന്നെ ചുറ്റിയിരിക്കുന്നു. ഭുഭുഷയോടെ അലർന്ന, വിഭുഷ എന്ന് പറഞ്ഞാൽ വിശപ്പോടെ അലർന്ന സിംഹം പോലെയാണ്. വിശപ്പോടെ അലർന്ന സിംഹം പോലെ അവർ എൻ്റെ നേരെ വായു പിളർക്കുന്നു. ഞാൻ വെള്ളം പോലെ തൂകിപ്പോകുന്നു, എൻ്റെ അസ്ഥികളെല്ലാം ബന്ധം വിട്ടിരിക്കുന്നു. എൻ്റെ ഹൃദയം മെഴുകുപോലെയായി, എൻ്റെ കുടലിന് നടുവെ ഉരുകിയിരിക്കുന്നു. എൻ്റെ ശക്തി ഓട്ട് കഷ്ണം പോലെ ഉണങ്ങിയിരിക്കുന്നു. എൻ്റെ നാവണ്ണാക്കോട് പറ്റിയിരിക്കുന്നു. നീ എന്നെ മരണത്തിൻ്റെ പൊടിയിൽ ഇട്ടുമരിക്കുന്നു. നായ്ക്കൾ എന്നെ വളഞ്ഞു, ദുഷ്ടന്മാരുടെ കൂട്ടം എന്നെ ചുറ്റിയിരിക്കുന്നു. അവർ എൻ്റെ കൈകളെയും കാലുകളെയും തുളച്ചു, എൻ്റെ അസ്ഥികളൊക്കെയും എനിക്ക് എണ്ണാം. അവർ എന്നെ ഉറ്റുനോക്കുന്നു. എൻ്റെ വസ്ത്രം അവർ പകുത്തെടുത്തു, എൻ്റെ അങ്കിക്കായി അവർ ചീട്ടിടുന്നു. നീയോ യഹോവേ അകന്നിരിക്കരുതേ, എൻ്റെ തുണയാളുവേ എന്നെ സഹായിക്കുവാൻ വേഗം വരണമേ. ഇതൊന്നും വിവരിക്കേണ്ട ആവശ്യമില്ല. ഇതെല്ലാം ക്രൂശിൽ സംഭവിക്കുന്നതാണ് അല്ലേ. ക്രൂശിൽ വെള്ളം പോലെ തൂങ്ങിപ്പോകുന്നു, അസ്ഥികളെല്ലാം ബന്ധം വിട്ടു. ക്രൂശിൽ തൂങ്ങിക്കിടക്കുമ്പോൾ അസ്ഥികളുടെ ബന്ധമെല്ലാം വിട്ടുപോയതുപോലെയാണ്. എത്ര വേദനാജനകമാണത്. പിന്നെ നാവ്, ആ ദാഹം കൊണ്ട് നാവ് അണ്ണാക്കോട് പറ്റുന്നു,
മരണത്തിൻ്റെ പിന്നെ നായ്ക്കൾ എന്നെ വളഞ്ഞു, അതെല്ലാം അവർ പറയുകയാണ്. അവരുടെ കൈകളെയും കാലുകളെയും തുളച്ചു. കണ്ടോ, ക്രൂശിൽ എത്ര മനോഹരമായ സാക്ഷ്യമാണ് അവിടെ. എൻ്റെ അസ്ഥികളൊക്കെയും എനിക്ക് എണ്ണാം. അവർ എന്നെ ഉറ്റുനോക്കുന്നു, തുറന്നു നടക്കുന്നതാണ്. എൻ്റെ വസ്ത്രം അവർ പകുത്തെടുത്ത് എൻ്റെ അങ്കിക്കായി അവർ ചീട്ടിടുന്നു. ക്രൂശിൻ്റെ കീഴിൽ അവർ ചീട്ടിടുക യേശുവിൻ്റെ അങ്കിക്ക് വേണ്ടി. സുവിശേഷങ്ങളിലൊക്കെ വിവരിക്കുന്നതാണ്. എല്ലാം അതേപോലെ സംഭവിക്കുക. നാൾക്ക് പറഞ്ഞതെല്ലാം. നീയോ യഹോവയാകുന്നിരിക്കാൻ തുണയോളം എന്നെ സഹായിപ്പാൻ വേഗം വരണമേ. 21 വാക്യം, സിംഹത്തിൻ്റെ വായിൽ നിന്ന് എന്നെ രക്ഷിക്കണമേ. കാട്ടുപോത്തുകളുടെ കൊമ്പുകൾക്കിടയിൽ നിന്ന് എനിക്ക് ഉത്തരമറിയുന്നു. ശത്രുവിൻ്റെ പ്രവർത്തനങ്ങളെ കാണുന്നത്. അവർ ദുഷ്ടന്മാരുടെ സംഘമായിട്ട് കൂടി വന്ന് യേശുവിനെ ആക്രമിക്കുന്നത്. കാട്ടുപോത്തുകളിലെ കൊമ്പുകൾക്കിടയിൽ നിന്ന് എനിക്ക് ഉത്തരമറിയുന്നു. ദൈവം അതാണ്. ഏത് പ്രതിസന്ധിയുടെ നടുവിൽ എന്ത് ഉത്തരം തരും. ഇവിടെ കാട്ടുപോത്തുകളുടെ കൊമ്പുകളുടെ നടുവിൽ ഉത്തരം നൽകുന്ന ഒരു ദൈവം. ഞാൻ നിന്റെ നാമത്തിൻ്റെ സഹോദരന്മാരോട് കീർത്തിക്കും, സഭാമത്തിൽ ഞാൻ നിന്നെ സ്തുതിക്കും. പക്ഷേ ഈ ക്രൂശീകരണത്തിന് ശേഷം, ഉയർപ്പിന് ശേഷം കർത്താവ് സഹോദരന്മാരോട് പോയി പറയാനാണ് പറയുന്നത്. ഞാൻ ഉയർത്തെഴുന്നേറ്റു എന്ന് പോയി പറയാൻ പറയുന്നുണ്ട്. അപ്പോൾ അത് ദൈവത്തിൻ്റെ ജയത്തിൻ്റെ ഇതാണ് ഇവിടെ കാണുന്നത്. യഹോവ ഭക്തന്മാരെ അവനെ സ്തുതിക്കുകയും യാക്കോബിൻ്റെ സർവ്വസന്തതികളെ അവനെ മഹത്വപ്പെടുത്തുവീൻ. ഇസ്രായേലിൻ്റെ സർവ്വസന്തതികളെ ഭയപ്പെടുവീൻ. അരിഷ്ടൻ്റെ അരിഷ്ടത അവൻ നിരസിച്ചില്ല, വെറുത്തുമില്ല. തൻ്റെ മുഖം അവന് മറച്ചതുമില്ല. തന്നെ വിളിച്ചു വീക്ഷിച്ചപ്പോൾ കേൾക്കത്രേ ചെയ്തത്. ഇത് ഓരോരുത്തരും, നമ്മുടെ ഓരോരുത്തരെയും പ്രാർത്ഥനയായിരിക്കണം. അരിഷ്ടരാണ് നമ്മൾ. പക്ഷേ അരിഷ്ടരിൽ നിന്ന് നമ്മൾ നിലവിളിക്കുമ്പോൾ അരിഷ്ടൻ്റെ അരിഷ്ട നിരസിക്കാത്ത ദൈവം, തൻ്റെ മുഖം മറച്ചു കളയാത്തൊരു ദൈവം, അവനെ വിളിച്ച് വീക്ഷിക്കുമ്പോൾ കേൾക്കുന്ന ഒരു ദൈവം. മഹാസഭയിൽ എനിക്ക് പ്രശംസ നികൾന്നു വരുന്നു. അവൻ്റെ ഭക്തന്മാർക്കാകെ ഞാൻ എൻ്റെ നേർച്ചകളെ കഴിക്കും. എളിവർത്തുന്ന തൃപ്തരാകും. യഹോവയെ അന്വേഷിക്കുന്നവർ അവനെ സ്തുതിക്കും. നിങ്ങളുടെ ഹൃദയം എന്നേക്കും സുഖത്തോടിരിക്കട്ടെ. ഭൂമിയുടെ അറുതികളൊക്കെയും ഓർത്ത് യഹോവയിലേക്ക് തിരിയും. എൻ്റെ ജാതികളുടെ വംശങ്ങളൊക്കെയും നിന്റെ മുമ്പാകെ നമസ്കരിക്കും. രാജ്യത്വം യഹോവയ്ക്കുള്ളതല്ലോ. അവിടെ പറയാം, all the ends of the earth shall remember and turn to the Lord, and all the families of the nations shall worship before him. For dominion belongs to the Lord, and he rules over the nations. എല്ലാം മാനസാന്തരപ്പെടുമെന്ന്, മനം തിരിഞ്ഞ് ദൈവത്തെങ്കിലേക്ക് തിരിയുന്ന അവിടെ കാണുന്നത്. ഭൂമിയുടെ അറുതികളൊക്കെയും ഓർത്ത് യഹോവയെങ്കിലേക്ക് തിരിയും. രാജ്യത്വം യഹോവയ്ക്കുള്ളതല്ലോ. 29 വാക്യം, ഭൂമിയിൽ പുഷ്ടമുള്ളവരൊക്കെയും ഭക്ഷിച്ചാരാധിക്കും. പൊടിയിലേക്ക് ഇറങ്ങുന്നവരെല്ലാം അവൻ്റെ മുമ്പാകെ കുമ്പിടും. തൻ്റെ പ്രാണൻ രക്ഷിക്കുവാൻ കഴിയാത്തവനും കൂടെ ഒരു സന്തതി അവന് സേവിക്കും. വരുന്ന തലമുറയോട് യഹോവയെക്കുറിച്ച് കീർത്തിക്കും. അവർ വന്ന് ജനിക്കുവാനുള്ള ജനത്തോട് അവൻ നിവർത്തിച്ചിരിക്കുന്നു എന്ന് അവൻ്റെ നീതിയെ വർണ്ണിക്കും. ക്രൂശാണ് നമ്മുടെ നീതി. യേശുവിൻ്റെ ക്രൂശിലെ അകത്താലാണ് നാം നീതീകരിക്കപ്പെടുന്നത്. ജസ്റ്റിഫിക്കേഷൻ ബൈ ഫെയ്ത്ത് ത്രൂ ക്രിസ്റ്റ്, ത്രൂ ദ ക്രോസ്, ദ ക്രൂസിഫിക്കേഷൻ ഓഫ് ജീസസ് ക്രൈസ്റ്റ്. യേശുവിൻ്റെ ക്രൂശിലൂടെ, അവൻ്റെ ക്രൂശ് മരണത്തിൽ കൂടെ നമ്മളെ നീതിമാന്മാരാക്കി തീർത്തു. അവൻ്റെ പുത്രനായ യേശുവിൻ്റെ രക്തം സകല പാപവും പോക്കി നമ്മളെ ശുദ്ധീകരിക്കുന്നു. അവിടെ ക്രൂശിലെ ദർശനം നമ്മുടെ ഉള്ളത്തിൽ നിറയട്ടെ. ക്രൂശ് പരാജയമല്ല, അത് പോസിറ്റീവാണ്. ഇപ്പോൾ എന്തെങ്കിലും നമ്മൾ കേൾക്കുന്ന പോസിറ്റീവ് തിങ്കിങ്, പോസിറ്റീവ് തോട്ട്സ് അങ്ങനെയൊക്കെ പറയും. ഇവിടെ ക്രൂശ് നോക്കി അതൊരു പോസിറ്റീവ്, അതിനൊരു പ്ലസ് ചിഹ്നമാണ്. അത് നമ്മളെ അനുഗ്രഹത്തിലേക്ക് നടത്തുന്നതാണ്. നമ്മുടെ എല്ലാ തകർച്ചകളെല്ലാം പണിതെടുത്ത് പുതിയതാക്കി മാറ്റുന്നതാണ് ക്രൂശ് എന്ന് പറയുന്നത്. അതുകൊണ്ട് നമുക്ക് ഈ ക്രൂശിലെ സങ്കീർത്തനത്തിൽ ക്രൂശ് നിവർത്തിച്ച രക്ഷയിൽ നമുക്ക് സമ്പൂർണ്ണമായി ആശ്രയിക്കാം. നമ്മൾ ആശ്രയിച്ചു, അവൻ വെടിവിച്ചു. ആശ്രയിച്ചവർ ലജ്ജിച്ചു പോയതുമില്ല. നമുക്ക് ദൈവത്തിലേക്ക് ആശ്രയിക്കാം. ദൈവത്തിൽ നമുക്ക് ശരണം വയ്ക്കാം. ദൈവകൃപയിൽ ആ ക്രൂശിലെ രക്ഷയിൽ നമുക്ക് നമ്മളെ തന്നെ സമർപ്പിക്കാം. സ്നേഹം നിറഞ്ഞ ദൈവമേ, ഞങ്ങളുടെ വാഴ്ത്തപ്പെട്ട സ്വർഗീയ പിതാവേ, പുത്രനെ നൽകുവാൻ തക്കവണ്ണം ഞങ്ങളെ സ്നേഹിച്ച മഹാസ്നേഹത്തിനായ സ്തോത്രം. ആ ക്രൂശിലെ ചിന്തകൾ ഞങ്ങൾ ധ്യാനിക്കുമ്പോൾ ഞങ്ങൾക്ക് പകരമായി ഞങ്ങളുടെ സ്ഥാനത്ത് നിന്ന് ഞങ്ങൾക്ക് വേണ്ടുന്ന ശിക്ഷ അവിടുന്ന് ഏറ്റു. ഞങ്ങളുടെ പാപത്തിൻ്റെ ശമ്പളമാകുന്ന മരണം അവിടുന്ന് ഏറ്റു. അതുകൊണ്ട് ഞങ്ങൾ ഇനി നിന്നിൽ വിശ്വസിക്കുന്നവർക്ക് ഇനി ആ ശിക്ഷാവിധി ഇല്ല എന്ന് തിരുവെഴുത്ത് പറയുന്നു. അപ്പോൾ ഞങ്ങൾ മുഴുവനായി നിങ്ങൾ ആശ്രയിക്കുന്നു. അവിടുത്തെ രക്തത്താൽ ഞങ്ങൾ കഴുകണമേ. ആ ക്രൂശിൻ്റെ ദർശനം അധികമായി ഞങ്ങളുടെ ഹൃദയങ്ങളിലും ചിന്തകളിലും മനസ്സുകളിലും എല്ലാം പരിശുദ്ധാത്മാവാം ദൈവമേ ഞങ്ങൾക്കത് ജീവനാക്കി തരണമേ. അത് ഞങ്ങളുടെ ചിന്തകളിൽ നിറയണമേ. ക്രൂശിൽ നിർവഹിച്ച ആ രക്ഷയുടെ മഹത്വം കാണാൻ, രക്ഷയുടെ ആഴം കാണുവാൻ, അവിടുത്തെ ദൈവസ്നേഹത്തിൻ്റെ മഹത്വം കാണുവാൻ ഞങ്ങളെ അവിടെ നിന്ന് സഹായിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഇതുവരെ തന്ന എല്ലാ കൃപകൾക്കായി ഞങ്ങൾ നിന്നെ സ്തുതിക്കുന്നു. ആ കുരിശിൽ ഞങ്ങളെ മറയ്ക്കണമേ. തിരുകൃപ ഞങ്ങളെ വഴി നടത്തണമേ. തിരു സാന്നിധ്യ ബോധം എപ്പോഴും ഞങ്ങൾക്ക് തരണമേ. അപ്പോൾ ആ നന്ദിയോടെ ഞങ്ങൾ നിന്നെ സ്തുതിക്കുന്നു. ഞങ്ങൾക്ക് ദൈവത്തെ എപ്പോഴും സ്തുതിക്കുവാനുള്ള കൃപ തരണമേ. ഞങ്ങളുടെ വേദനകളെല്ലാം സ്തുതികളായി രൂപാന്തരപ്പെടുത്തുന്ന ദൈവത്തിന് സ്തുതി. ദൈവമേ, ക്രൂശെല്ലാം
ഉയർപ്പിൻ്റെ അനുഭവമാക്കി മാറ്റുന്ന അവിടുത്തെ കൃപയ്ക്കായി സ്തോത്രം. എല്ലാ നന്മകളെ നിറയ്ക്കണേ, മഹത്വത്തോട് നിന്ന് മാത്രം എടുക്കണമേ. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവ് മഹത്വപ്പെടുത്തുവാനായിട്ട് തന്നെ. ആമേൻ.